റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു യാത്ര പോവുകയാണ്. ആ സമയത്താണ് ഒരു ആയത്ത് ഇറങ്ങുന്നത്. എന്താണ് ആയത്ത്? നിങ്ങൾ സംഭരിച്ചു കൂട്ടുന്ന സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത്. ഈ സ്വർണത്തിലോ വെള്ളിയിലോ ഒന്നും അല്ല കാര്യം. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, റസൂലേ, സ്വർണമോ വെള്ളിയോ ഒന്നുമല്ല ജീവിതത്തിൽ സംഭരിക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലായി, അതല്ല എന്ന് മനസ്സിലായി. പിന്നെ എന്താണ് റസൂല്? വേറൊന്നുണ്ടാകുമല്ലോ, അതെന്താണ് റസൂല് എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 3 കാര്യങ്ങൾ, അത് കിട്ടിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ മഹാഭാഗ്യം. ഏതാണ് ആ 3 കാര്യങ്ങൾ? ഒന്നാമതായി റസൂൽ പറഞ്ഞത് ഖൽബുൻ ഷാക്കിറുൻ എന്നാണ്. ഖൽബുൻ ഷാക്കിറുൻ, അള്ളാഹുവിനോട് നന്ദിയുള്ള മനസ്സ്. അതിനാണ് ഞാൻ ആ കുട്ടിയുടെ കഥ കൊണ്ട് ആരംഭിച്ചത്. അള്ളാഹുവിനോടുള്ള തൃപ്തിയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും, ജീവിതത്തിലൊരു കഷ്ടപ്പാട് വന്നല്ലോ എന്നതുകൊണ്ട്, ഒരു സങ്കടം ജീവിതത്തിൽ അനുഭവിക്കുന്നല്ലോ എന്നതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംശയിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്നുള്ളതിലൊരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല. മറിച്ച് ഖൽബുൻ ഷാക്കിർ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും മനസ്സിൽ സന്തോഷമുണ്ടായിത്തീരുക എന്നത് അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. അതാണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം. നമുക്കറിയാം, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഖുർആനിൽ വിശദമായി പറയുന്നൊന്നുമില്ല. കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിൽ കുറച്ചുകൂടി വിശദമായിട്ട് ഇക്കാര്യങ്ങൾ പറയുന്നതായി കാണാം. ബൈബിളിൽ പറയുന്നത് അയ്യൂബ് നബിക്ക് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 700 കാളകൾ ഉണ്ടായിരുന്നു, 700 പെൺകഴുതകൾ ഉണ്ടായിരുന്നു, 7000-ഓളം ദാസീദാസന്മാരുണ്ടായിരുന്നു, 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നനായ സമൃദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ് എന്ന് ബൈബിൾ പറയുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ എത്ര സഹിക്കാൻ കഴിയും? അതിലേറെ സഹിച്ചു. സഹിക്കാൻ കഴിയുന്നത്ര നമ്മൾ സഹിക്കും. പക്ഷെ സഹിക്കാൻ കഴിയുന്നതിലേറെ സഹിച്ച ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. എന്നിട്ടും അള്ളാഹിനോട് പറയണത് എന്താണ്? ബൈബിളിൽ പറയുന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. തലമുണ്ഡനം ചെയ്ത് അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ദൈവം തന്നു, ദൈവം എടുത്തു. നഗ്നനായിട്ടാണ് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നഗ്നനായിട്ട് തന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് യാത്ര ചോദിക്കുകയും ചെയ്തു. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്നാണ്. വഅന്നി മസ്സനിയദ്ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. ഇതാണ് ഖുർആൻ പറയുന്നത്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടനഷ്ടങ്ങളുടെയും കണ്ണുനീരിന്റെയും നടുക്കടലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. വഅന്നി മസ്സനിയദ്ദുർറു, എനിക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വഅൻത അർഹമുർ റാഹിമീൻ, അല്ലാഹുവേ നീ കാരുണ്യവാനാണ് എന്നല്ല പറയുന്നത്. നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എന്ന്. കാരുണ്യവാനാണ് എന്നല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് നീ എന്ന എന്റെ വിശ്വാസത്തിന് യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല. കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായല്ലോ, കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ട് നിന്റെ കാരുണ്യത്തെ ഞാൻ സംശയിക്കുന്നില്ല എന്നാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അള്ളഹാനോട് പറയണത്. അയ്യൂബ് നബിയെ കുറിച്ച് മാത്രം അല്ല പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? നിഅമൽ അബ്ദ്, നിഅമൽ അബ്ദ്, എത്ര നല്ല ഒരു അടിമയാണ് അദ്ദേഹം. അതാണ്, എത്ര നല്ലൊരു മനുഷ്യനാണ്. തൻ്റെ ഒരു അടിമയെ കുറിച്ച് അല്ല പറയാണ് നിഅമൽ അബ്ദ്. ഇതാണ് ഖൽബുൻ ഷാക്കിർ.
ഈ ഖൽബുൻ ഷാക്കിർ അനുഭവിക്കുന്ന മനസ്സ്, ഹൃദയം ഉള്ളിൽ സൂക്ഷിക്കാൻ കഴിയുക എന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് ഉറപ്പിച്ചു പറയാം, നമ്മുടെ ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യമാണ്. അതാണ് ആധുനിക കാലത്ത് മനുഷ്യന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടില് നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഒരു മാഷ്, ഈ മാഷിന് നല്ലൊരു വീടുണ്ട്, നല്ല കുടുംബം, ജോലി, എല്ലാം സുഖകരമാണ്. അപ്പൊ മാഷിന്റെ വീട്, ഒരു കേടുമില്ലാത്ത വീട് അവിടെ ഇവിടെയൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് മാഷ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത്? അപ്പൊ മാഷ അതിനെന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെയാണ് മാഷിന്റെ ഭാര്യ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളോട് പറഞ്ഞതുപോലല്ല കേസ്. പ്രശ്നം എന്താണെന്നറിയോ? പ്രശ്നം മാഷിന്റെ ജ്യേഷ്ഠന്റെ മകൻ ഈ മാഷിന്റെ വീടിന്റെ അടുത്ത് വീട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വീട് മാഷിന്റെ വീടിനേക്കാൾ കുറച്ചുകൂടി പൊക്കമുള്ള വീടാണ്, ഹൈറ്റുള്ള വീടാണ്. അപ്പൊ മാഷിന്റെ മനസ്സിലൊരു അസ്വസ്ഥത, ഒരു പ്രയാസം. അതുകൊണ്ട് മാഷ് എന്താ ചെയ്യണത്? മാഷ് വീട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടാക്കുകയാണ്. ആ വീടിനേക്കാൾ ചെറുതാകാൻ പാടില്ല എന്നുള്ള മനസ്സിന്റെ പ്രയാസമാണ്, അസ്വസ്ഥതയാണ് വീട് പൊളിയായി മാറിയത്. അതിന് മാഷ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല. അപ്പൊ മാഷ് എന്താണ് ചെയ്യണത്? മാഷ് സഹകരണ ബാങ്കിൽ പോയിട്ട് ഭവന വായ്പ വാങ്ങുകയാണ്. 2 മാസം മുമ്പ് മാഷിന്റെ ജ്യേഷ്ഠൻ വാഹനം വാങ്ങി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ബാങ്കിൽ പോയി കൊടുക്കാവുന്ന രേഖകളെല്ലാം കൊടുത്ത് മാഷ് വാഹന വായ്പ വാങ്ങി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ആ മാഷാണ് ഭവന വായ്പക്ക് വേണ്ടി ക്യൂ നിന്ന് വീണ്ടും വലിയ ഒരു പ്രയാസം കഴുത്തിൽ ചുറ്റി വീട്, കുടുംബം, ജീവിതം ആസ്വാദ്യകരമാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മാഷ് ആർക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്? മാഷ് അയൽപ്പക്കത്തിനൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ മാഷ് കുടുംബത്തിലുള്ള മറ്റാളുകൾക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സഹജീവനക്കാർക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പിച്ചാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ മാഷ് ജീവിക്കേണ്ടത് ആർക്കൊപ്പിച്ചാണ്? മാഷിനൊപ്പിച്ചാണ്. ഞാൻ എനിക്കൊപ്പിച്ച് ജീവിച്ചാൽ മതി. എൻ്റെ ഒരു വരുമാനവും എൻ്റെ ഒരു ജീവിത സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ജീവിതം സുഖകരമാകും. എന്നാൽ അപ്പുറത്തുള്ളവനൊപ്പിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിന്റെ രസം നഷ്ടപ്പെടും എന്നതാണ്. ഇപ്പോഴുള്ള ജീവിതത്തിന്റെ ഒരു സുഖവും സമാധാനം ഉണ്ടല്ലോ, അതങ്ങോട്ട് നഷ്ടപ്പെടും. അപ്പൊ ഈ മാഷ് പറയുന്നത് അയാളുടെ മക്കൾക്ക് വേണ്ടിയാണ് എന്നാണ്. മക്കൾക്ക് വേണ്ടിയാണ് അയാൾ വായ്പ വാങ്ങുന്നത്, മക്കൾക്ക് ജീവിതം സുഖകരമാകാനാണ് അയാൾ വീട് നന്നാക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നത് എന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ മാഷ് ചെയ്യുന്നത് അയാളുടെ മക്കളോട് തന്നെ ഏറ്റവും വലിയൊരു ക്രൂരതയാണ്. കാരണം ഒരു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളോ കുടുംബത്തിലുള്ള ആളുകളോ ആ മക്കളെ തിരിഞ്ഞു നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും നോക്കി എന്താണെന്നറിയോ നിങ്ങള്? ആ മരിച്ചുപോയ വാപ്പാക്ക് വല്ല കടവുമുണ്ടോ എന്നാണ്. കടമുള്ള വാപ്പയാണെങ്കിൽ, വായ്പ വാങ്ങിയ വാപ്പയാണെങ്കിൽ, ലോണിന്റെ ഭാരവുമായി മരിച്ചുപോയൊരു വാപ്പയാണെങ്കിൽ ആ വാപ്പയുടെ മക്കളെ തിരിഞ്ഞു നോക്കാൻ ഒരാളെയും കിട്ടൂല. അപ്പൊ വേലിയിലുള്ള പാമ്പിനെ കഴുത്തിൽ ചുറ്റിയിട്ടാണ് ഇയാൾ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതേ മക്കൾക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ചെയ്യുന്നത്. ഇയാൾ ഏത് നിമിഷവും ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകാനുള്ള ആളാണ്. പിന്നെ ഈ ബാധ്യതയും ഭാരവും ആരുടെ ചുമലിലാണുള്ളത്? ഈ മക്കളുടെ ചുമലിലാണുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് ഖൽബുൻ ഷാക്കിർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്നെ കുറിച്ചൊരു അഭിപ്രായമില്ല. TV കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. സീരിയൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ TV അനിയന്ത്രിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ ഉണ്ടാകുന്ന ജീവിതവും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വളരെ അപകടകരമായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീടുണ്ടല്ലോ, ആ വീടൊരു വീട് എന്ന് പറയാൻ കൊള്ളില്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സാരി ഉണ്ടല്ലോ, അതൊന്നും ഒരു സാരി എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, അതൊരു മൊബൈൽ ഫോൺ എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മളെ കുറിച്ച് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കുന്നതിൽ TV പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ ഈ പെയിന്റിന്റെ പരസ്യം കാണാറുണ്ടല്ലോ TV-യിൽ. പെയിന്റിന്റെ പരസ്യം, ഏത് പെയിന്റിന്റെ പരസ്യമാണെങ്കിലും പെയിന്റ് ഒരു ചെറിയ വീടിന് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അല്ലേ? ചെറിയൊരു വീടിന് പെയിന്റ് അടിച്ചു കഴിഞ്ഞാലും ഭംഗിയാണ്. പക്ഷെ ചെറിയ വീടിന് അടിച്ച പെയിന്റിന്റെ പരസ്യം നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ല. TV-യിൽ പെയിന്റിന്റെ പരസ്യം ഉണ്ട് എങ്കിൽ
കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ വീടിന് പെയിന്റ് അടിച്ച് പരസ്യമേ കാണിച്ചു തരുള്ളൂ. കാരണം എന്താണ്? വീട് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതൊന്നൊരു വീട് എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു അസംതൃപ്തി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ എലിമിനേഷൻ റൗണ്ട് കണ്ട് നമ്മൾ കരയുന്നത്. പക്ഷെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ജൂൺ മാസം വരുമ്പോഴേക്ക് യൂണിഫോം എടുക്കാൻ വേണ്ടി കാശില്ലാത്തതിന്റെ പേരിൽ കരയുന്ന ഒരു വാപ്പയും ഉമ്മയും മക്കളുമുണ്ട്. ആ വാപ്പാനെയോ മക്കളെയോ ഉമ്മയെയോ നമ്മൾ കണ്ടിട്ടേയില്ല. കാരണം എന്താണ്? നമ്മൾ കരയേണ്ടത് ആർക്കു വേണ്ടിയാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ടി വിയാണ്. നമ്മൾ എപ്പോഴാണ് ഉറങ്ങേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ഉണ്ണേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണ് ഉണരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വിയാണ്. അപ്പൊ ടി വി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ സ്വാധീനമുണ്ട്. ടി വിക്ക് ഉള്ള വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഒരു അപകടം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അസംതൃപ്തി പെരുകുന്നു എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, വലിയ വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ മാത്രം കിട്ടുന്ന ഉപകരണങ്ങളുടെ പരസ്യം ടി വിയിൽ വരും. അതിൻ്റെ തൊട്ട് പിന്നാലെ ആയിരിക്കും വലിയ വലിയ ലോണിന്റെ പരസ്യം വരിക. കാരണം എന്താണ്? ഈ ഉപകരണങ്ങൾ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസയും നമ്മൾ തരാം. അങ്ങനെ നമ്മൾ ആ ലോണ് വാങ്ങുന്നു, വലിയ ഒരു വീട് വെക്കുന്നു, ആ വീട്ടിന്റെ ഉള്ളിൽ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടാൻ പിന്നെയും ലോണ് വാങ്ങുന്നു. ആ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ആ വലിയ ബംഗ്ലാവിന്റെ നടുവിൽ ആ ഉപകരണങ്ങളുടെ ഇടയിൽ ആത്മഹത്യ ചെയ്ത വാർത്ത അതിലേറെ മനോഹരമായി നാട് മുഴുവനും കൊട്ടിപ്പാടുന്നതും ഇതേ ടി വി ആയിരിക്കും. അപ്പൊ ഒരു ഇരയെ മനോഹരമായി കൊന്നുകളഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ട് പല്ല് തേച്ചാലേ നിങ്ങൾക്ക് മനോഹരമായി ചിരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ രാജുവിനെ പോലെ ചിരിക്കേണ്ടി വരുമെന്ന് ടി വി നമ്മളോട് പറയണു. വെളുപ്പാണ് സൗന്ദര്യം. നിങ്ങൾ വെളുത്തിട്ടല്ലേ? വെളുത്തിട്ടല്ല എങ്കിൽ വെളുക്കാനുള്ള മരുന്ന് തരാം എന്നും പറയുന്നു. ടി വിയിൽ ഏറ്റവും അധികം പരസ്യമുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യമാണ്. അപ്പൊ നമ്മളെ ചുറ്റും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനങ്ങളുടെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് സ്വതന്ത്രരാവാതെ നമ്മുടെ ഉള്ളിൽ ഖൽബുൻ ഷാക്കിർ എന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സമ്മാനം എന്ന് റസൂൽ പറഞ്ഞ കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകൂല. അപ്പൊ ജീവിതത്തിൽ കൈവരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് റസൂൽ പറഞ്ഞതാണത്. രണ്ടാമതായി റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? രണ്ടാമതായി റസൂൽ പറഞ്ഞത് ലിസാനുൻ ദാക്കിറുൻ എന്നാണ്. ലിസാനുൻ ദാക്കിർ എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കുന്ന നാവ് എന്നാണ്. നമുക്കറിയാം, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന നാവ്. അങ്ങനെ ഒരു നാവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഹൃദയം ഉണ്ടാകണം, അല്ലേ? ആരാധനാകർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനാണ്. ഞാൻ വിഷയത്തിൻ്റെ സുപ്രധാനമായ ഭാഗത്തേക്ക് വരികയാണ്. നമ്മുടെ പ്രമേയം വിശ്വാസം, വിശുദ്ധി, വിമോചനം എന്നതാണ്. ഈ വിശുദ്ധിയാണ് പ്രധാനം. വിശ്വാസം ഉള്ള ആളുകൾ ഇന്ന് പെരുകിയിട്ടുണ്ട്, മതവിശ്വാസികൾ പെരുകിയിട്ടുണ്ട്. പക്ഷെ ആ വിശ്വാസം കൊണ്ട് വിശുദ്ധിയുള്ള ആളുകൾ എത്ര ഉണ്ട്? അത് കുറവാണ്. അതുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് കീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത്. അയാൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകേണ്ട വിശുദ്ധി അയാളിൽ ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് സിഗരറ്റിന്റെ പേക്ക് കീശയിലിട്ടുകൊണ്ട് ആളുകൾ നിസ്കരിക്കുന്നത്. നിസ്കരിക്കുക എന്ന വിശ്വാസത്തിന്റെ ഭാഗമായി വേണ്ട പ്രവർത്തനം അയാളുടെ ജീവിതത്തിൽ ഉണ്ട്, പക്ഷെ ആ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ട വിശുദ്ധി അയാളുടെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുകൾ സ്ത്രീധനം വാങ്ങുന്നത് നമ്മൾ കാണുന്നു. കാരണം എന്താണ്? അയാളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ വിശുദ്ധി എന്ന രണ്ടാമത്തെ അംശം അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തിനാണ് റസൂൽ വന്നത് എന്ന് പറയുന്നിടത്തൊക്കെ ഖുർആൻ പറഞ്ഞത് തസ്കിയത്ത് ഉണ്ടാക്കാനാണ് എന്നാണല്ലോ. എന്താണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നല്ല ഒരവസ്ഥ എന്നുള്ളതാ തസ്കിയത്ത്. അപ്പൊ വിശ്വാസം കൊണ്ടുണ്ടാകേണ്ടത് ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അതാണ് അറബികളിൽ സംഭവിച്ചത്. പരസ്യമായി പോലും തെറ്റ് ചെയ്യാൻ മടിയില്ലാതിരുന്ന ആളുകളായിരുന്നു അവരാണ് രഹസ്യമായി ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയത്. പരസ്യമായി തെറ്റ് ചെയ്താൽ ഒരു മടിയില്ലാത്ത ആളുകളാണ്. പരസ്യമായി തെറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, രഹസ്യമായി പോലും ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ശിക്ഷ ഏറ്റുവാങ്ങി. പട്ടാളം കാണുന്നുള്ള പേടി കൊണ്ടല്ല, പോലീസ് അറിയുമോ എന്ന പേടി കൊണ്ടല്ല,
ഭരണാധികാരികളുടെ ജയില് പേടിച്ചുകൊണ്ടല്ല, സർക്കാരിന്റെ വിചാരണയെ ഭയന്നുകൊണ്ടല്ല, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം കൊണ്ടായിരുന്നു, ഭക്തി കൊണ്ടായിരുന്നു. ഇതാണ് വിശുദ്ധി. ആ വിശുദ്ധിയുടെ അംശം അതാണ് ലിസാനുൻ ദാക്കിർ. ഇപ്പൊ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, കിട്ടുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകൾക്കറിയാം, വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്രോൾ തീരാൻ തുടങ്ങും. പെട്രോൾ തീരാൻ തുടങ്ങിയ വണ്ടി ഇങ്ങനെ ചാടും, വണ്ടി തുള്ളും. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഏറ്റവും ആദ്യം കാണുന്ന പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റിയിട്ട് പെട്രോൾ അടിച്ച് പിന്നെയും വണ്ടി ഓടിക്കും. പിന്നെയും കുറെ നേരം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പെട്രോൾ തീരും. അപ്പൊ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നു, വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു, പിന്നെയും യാത്ര പോകുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ സുബ്ഹ് എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഭക്തിയുടെ പെട്രോൾ അടിക്കുകയാണ്. നമുക്കാവശ്യമുള്ള ഈമാനിന്റെ ഇന്ധനം ശേഖരിക്കുകയാണ്. ആ ഈമാനിന്റെ ഇന്ധനം ഒരു 3-4 മിനിറ്റ് ശേഖരിച്ച ഞാനും നിങ്ങളുമാണ്. ഞാൻ എൻ്റെ കച്ചവടത്തിന് പോകുന്നു, മാഷ് സ്കൂളിലേക്ക് പോകുന്നു, നിങ്ങൾ അടുക്കളയിലേക്ക് പോകുന്നു, വേറെ ആൾ കൃഷിയിലേക്ക് പോകുന്നു, ഓരോരുത്തർ അവനാന്റെ ഏർപ്പാടിനെ പോകുന്നു. ആ ഏർപ്പാടിന് ആവശ്യമായ ഭക്തിയുണ്ട്. കച്ചവടക്കാരനാണെങ്കിൽ അയാൾ നല്ല ഒരു കച്ചവടക്കാരനായി തീരേണ്ടതിനാവശ്യമായ ഈമാനിന്റെ ഇന്ധനമുണ്ട്, ഭക്തിയുടെ എണ്ണ ഉണ്ട്. ആ എണ്ണ അയാൾ ശേഖരിച്ചത് ഈ സുബ്ഹ് എന്ന ഒരു പെട്രോൾ പമ്പിൽ നിന്നാണ്. 5:30 കഴിഞ്ഞു, 6:30, 7:30, 8:30, 9:30, 10:30, 11:30, 12:30 സമയം കുറേയായി. അപ്പോഴേക്ക് ഇത് തീരാൻ തുടങ്ങും. തീരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വണ്ടി ചാടിയതുപോലെ നമ്മുടെ ശരീരവും ചില അടയാളങ്ങളൊക്കെ തരും. അതെന്താണ് ആ അടയാളങ്ങൾ? എന്താണെന്നറിയോ നിങ്ങൾ? ചിലതൊന്നും നമ്മൾ കാണാൻ പാടില്ലായിരുന്നു, പക്ഷെ കണ്ടുപോയി. ചിലതൊന്നും നമ്മൾ പറയാൻ പാടില്ലായിരുന്നു, പക്ഷെ പറഞ്ഞുപോയി. ചിലതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായിപ്പോയി. കാരണം എന്താണ്? ഈ പെട്രോള് തീരുന്നത് കൊണ്ടാണ്. അപ്പം അല്ലാഹു നമ്മളെ അടുത്ത പെട്രോൾ പമ്പിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ പേരാണ് ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, നിസ്കരിക്കുന്ന ഒരു 3-4 മിനിറ്റ് അള്ളാനെ ഓർക്കാനല്ല നിസ്കാരം. അതിന്റെ ശേഷം ഒരു 3-4 മണിക്കൂറുണ്ട് വേറൊരു നിസ്കാരം വരുന്നതിന് മുമ്പുള്ള കുറെ സമയം. അവിടെയാണ് അള്ളാഹു എന്ന ഓർമ്മ തികട്ടി വരേണ്ടത്. അപ്പൊ നിസ്കരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭക്തിയുടെ അടയാളമല്ല. ഓ, പർദ്ദയിടുന്ന പെണ്ണാണ്, മഫ്തിടുന്ന പെണ്ണാണ്, ഒരുപാട് താടിയൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതൊരാളുടെ ഭക്തിയുടെ അടയാളമല്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പർദ്ദ ഇട്ടിരിക്കുന്നു എന്നുള്ളത്, നിസ്കരിക്കുന്നു എന്നുള്ളത്, നോമ്പ് നോൽക്കുന്നു എന്നുള്ളത്, താടി വച്ചിരിക്കുന്നു എന്നുള്ളത് ഒരാളുടെ ഭക്തിയുടെ അടയാളങ്ങളല്ല. മറിച്ച് അത് ഭക്തിയിലേക്കുള്ള വഴികളാണ്. ഒരാൾക്ക് ഭക്തനാകാനുള്ള നല്ല മാർഗമാണത്. അപ്പൊ ഒരു സൊഫിൽ 10-20 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെന്ന് കൂട്ടുക. ആ 20 ആളുകളും ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഒരുപോലെയാണ്. ഒരേ പ്രാർത്ഥനകളാണ്, ഒരേപോലെ സുജൂദ്, ഒരേപോലെ റുക്കൂ, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 പ്രതിഫലമാണ്. ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കൂലിയെങ്കിൽ എല്ലാവർക്കും ഒരേ കൂലി ഇടണം. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിക്കല്ല കൂലി, ചെയ്യുമ്പോഴുള്ള ആ മനസ്സാന്നിധ്യത്തിനാണ് കൂലി. അപ്പൊ നിസ്കരിക്കുന്ന ആളുകളോടല്ല, നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാഹു പറയണത് ആരോടാണെന്നറിയോ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കതീറ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം, പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല, പള്ളിയിലേക്ക് വരുമ്പോഴല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷം, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തിയതിനു ശേഷം, നിങ്ങളുടെ കച്ചവട സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ അള്ളാഹുവിനെ ഓർക്കണമെന്നല്ല പറയണത്. അവിടെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം കേട്ടോ. കാരണം എന്താണ്? അവിടെ അള്ളാഹുവിനെ ധാരാളമായി മറക്കാൻ സാധ്യതയുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണം ഇപ്പൊ ഹജ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. 1-2 ലക്ഷം രൂപ ചെലവഴിച്ചാലേ ഹജ്ജ് ചെയ്ത് ഇങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. അങ്ങനെ അള്ളാഹു എന്ന ഒരൊറ്റ ഓർമ്മ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഹജ്ജ് ചെയ്ത ഒരാളോട് അല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. ഹജ്ജിന് വരുന്ന ആളോടല്ല, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടല്ല, ഹജ്ജ് കർമ്മം എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിലേക്ക് പോകാൻ വേണ്ടി വിമാനം കാത്തിരിക്കുന്ന ആളോട് അല്ല പറയുകയാണ്, ഫഇദാ ഖളൈതും മനാസികകും വദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. ഇനി നിങ്ങൾ അല്ലാഹനെ ഓർക്കണം കേട്ടോ.
എങ്ങനെയാണ് ഓർക്കേണ്ടത്? നിങ്ങൾ പണ്ട് നിങ്ങളുടെ ബാപ്പമാരെയും വല്ലിപ്പമാരെയും ഓർത്തതുപോലെ അല്ല, അതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു എന്ന ഓർമ്മ ഉണ്ടാകണം കേട്ടോ. അത് മക്കയിലും അറഫയിലും വിട്ടേച്ചു പോകാനുള്ളതല്ല, അത് നിങ്ങളുടെ കൂടെ നാട്ടിലേക്ക് പോരാനുള്ളതാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ ലിസാനുൽ ദാക്കിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്ന ഒരു 3-4 മിനിറ്റ്, ഹജ്ജ് ചെയ്യണ കുറച്ച് നേരം, നോമ്പ് നോൽക്കുന്ന കുറച്ച് സമയം, അവിടെയല്ല അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവേണ്ടത്. അവിടെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ശേഷം അതിലേറെ ആ ഓർമ്മ നമ്മുടെ ഉള്ളിൽ സിരകളിൽ ഒഴുകുന്ന രക്തം പോലെ നമ്മുടെ ഉള്ളിൽ ഒഴുകട്ടെ. മൂന്നാമതായി റസൂൽ പറഞ്ഞതാണ് എൻ്റെ വിഷയം. മൂന്നാമതായി റസൂൽ പറഞ്ഞു, സൗജത്തുൻ തുഈനുഹു അലാ ദീനിഹി. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കിട്ടാവുന്ന